സ്നേഹമുള്ള മക്കളെ, ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തെ സന്തോഷകരമാക്കാൻ, ദൈവീകമാക്കാൻ അവൻ നിശ്ചയിച്ച വഴിയിലൂടെ നമ്മളൊക്കെ അവൻ്റെ അടുക്കലെത്താൻ കരുതലോടുകൂടെ നമ്മെ നയിക്കുന്നൊരു കാലം. പണ്ട് കൊച്ചായിരിക്കുമ്പോൾ ചെറിയ വേദോപദേശം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം പിള്ളേർക്കൊക്കെ വാങ്ങിത്തരും. അതിൽ ചോദ്യോത്തരങ്ങളും 33 കൂട്ടം നമസ്കാരങ്ങളുമാണ് പറയുന്നത്. കാണാതെ പഠിക്കണം. വല്യമ്മച്ചിയുടെ ജോലിയാണ് വൈകുന്നേരം വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് വിശ്രമിച്ച് ഒന്നിച്ചു കൂടുമ്പോൾ പിള്ളേരെ ഒരു സെക്ഷനായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൽ പഠിക്കാൻ പറഞ്ഞിരുന്ന ഭാഗം കാണാതെ പഠിച്ചോ എന്നൊരു പരിശോധന. മിക്കവാറും ജയിക്കും. കുറേശ്ശെ പഠിപ്പിക്കുള്ളൂ. അതിലെ ആദ്യത്തെ ചോദ്യം, ഈ ചെറിയ വേദോപദേശത്തിലെ ആദ്യത്തെ ചോദ്യം, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം അവിടെ തന്നെയുണ്ട്. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ പ്രാപിക്കാൻ, സ്വർഗം പ്രാപിക്കാൻ. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ്. ഈ സ്വപ്നങ്ങളിലൂടെയാണ് അവൻ വളർന്നു വലുതാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 1ാം ക്ലാസ്സിലെ വേദോപദേശം പഠിപ്പിക്കാൻ പോയി സിസ്റ്ററായിട്ടേ. എനിക്ക് കൊതിയായിട്ടാണ് ഞാൻ പോയത്. ഈ കുഞ്ഞു മക്കളുടെ കൂടെ എനിക്ക് അവരുടെ വർത്തമാനവും ചിരിയും കളിയും ഒക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 1ാം ക്ലാസ്സിൽ 40 പിള്ളേര്, ആൺപിള്ളേരും ഉണ്ട് പെൺപിള്ളേരും ഉണ്ട്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് കൂടി വട്ടം കൂടിയിരുന്ന് കൊച്ചു കൊച്ചു കഥകളും പാട്ടും തമാശയും അക്കൂട്ടത്തിൽ പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്ന കാലം. ഒരു ദിവസം ഞാൻ ഇവരോട് ദൈവം പിതാവ് എന്ന പാടെടുക്കുക അവർക്ക്. അപ്പൊ ഞാൻ മുമ്പിലിരുന്ന ഒരു പെങ്കൊച്ചിന്റെ ഡ്രസ്സ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, മോളെ ആരാ നിനക്ക് ഈ ഡ്രസ്സ് ഉണ്ടാക്കി തന്നേ? മമ്മിയാ. അത് കൊള്ളാം. മമ്മി എന്തിനാണ് നിനക്ക് ഇതുണ്ടാക്കി തന്നേ? മമ്മിക്ക് എന്നെ ഇഷ്ട. അടുത്തിരിക്കുന്ന മോനോട് ഞാൻ ചോദിച്ചേടാ, നിനക്കാരാ ഈ ഷർട്ടും നിക്കറൊക്കെ തയ്പ്പിച്ച്? ഡാഡി. ഡാഡി എന്റെ ഡാഡിയാ. ഓഹോ, ഡാഡിയെ മമ്മി ആരാ തന്നേ? ഈശോ. പിന്നെ അങ്ങോട്ട് വാചാലായി. ദാ നിൽക്കുന്ന മാവ് കണ്ടോ, എന്തോരും മാങ്ങയാ. ഇതാര് തന്നതാ? ദൈവം. ദേ ഒരു പശു, നമുക്ക് പാല് തരുന്നില്ലേ പശു? ആരാ പശുവിനെ തന്നേ? ദൈവം. അങ്ങനെ പിള്ളേര് ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ നന്ദി പറഞ്ഞ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെ രസിച്ചിരിക്കുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, മക്കളെ, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പച്ചാന്ന് വിളിച്ചോന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ദൈവത്തെ. അപ്പച്ചാന്ന് വിളിച്ചോളെ. അത് പറഞ്ഞത് അബദ്ധായിപ്പോയി. എനിക്കറിയില്ലല്ലോ. അവിടത്തെ കൈ നിറച്ച് ജിലേബി, ലഡു, മിഠായി, ചോക്ലേറ്റ്, ഹായ് ഹായ്. അപ്പോഴത്തേക്കും ചില അണ്ണന്മാരുടെ വായിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് തേൻ ഒഴുകാൻ തുടങ്ങി. ജിലേബിയേ, ലഡുവേ, മിഠായി, ചോക്ലേറ്റ്, ഇതൊക്കെ തരാൻ കാത്തിരിക്കുക. പോകണ്ടേ നമുക്ക് ദൈവത്തിന്റെ അടുത്ത്? എല്ലാം കൂടെ വേണം ടീച്ചറെ. ആട്ടെ, സ്വർഗത്തിൽ പോകാൻ, ദൈവത്തിന്റെ അടുത്ത് പോകാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 39 പേര് കൈപൊക്കി. ഒരു പീക്കിരി ചെറുക്കൻ മാത്രം ചുരുണ്ടുകൂടിയിരുന്നു, കൈപൊക്കിയില്ല. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് പോരണ്ടേ ദൈവത്തിന്റെ അടുത്ത്? വേണ്ട വേണ്ട, നിങ്ങൾ പൊക്കോ. മിഠായിയും വേണ്ട, ജിലേബിയും വേണ്ട, നിങ്ങൾ പോയി തിന്നോ. എന്റെ ദൈവമേ, ഇതെന്തൊരു കുട്ടിയാ, ഈ കൊച്ചുകുട്ടി, എന്താ ഇത്? ഞാൻ ചോദിച്ചു, മോനെ എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കരയും. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവനെ അറിയാവുന്ന ഒരു ടീച്ചർ ഇവന്റെ വീടിനടുത്തുനിന്ന് വന്നുണ്ട്. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ആ കുട്ടി എന്താ ഇങ്ങനെ ചെയ്തേ? ടീച്ചർ പറഞ്ഞു, അതിന് വിഷമിക്കണ്ട, അവന്റെ വീട്ടിലെ സാഹചര്യമാണ്. അവനിട്ടിരിക്കുന്ന പേര്, അമ്മ ഇട്ടിരിക്കുന്ന, ഒരു മോനേ ഉള്ളൂ, അമ്മ അവനിട്ടിരിക്കുന്ന പേര് കുട്ടിച്ചാത്തന്ന. അപ്പനിട്ടിരിക്കുന്ന പേര് മുതിയാത്തൻ. മുതിയാത്തന്റെ മകൻ കുട്ടിച്ചാത്തൻ. ഇങ്ങനെയാണ് വീട്ടിലെ അന്തരീക്ഷം. പാതിര കഴിയുമ്പോ അപ്പൻ
ഒരു 10-15 മിനിറ്റ് തുടർച്ചയായിട്ട് തെറിപ്പാട്ട് പാടാനുള്ള കഴിവുണ്ട് അപ്പന്. ദൂരേന്ന് കേൾക്കാൻ, ഈ പാട്ട് കേൾക്കുമ്പോഴേ അറിയാം അപ്പനാ വരുന്നതെന്ന്. അപ്പൊ അമ്മ വിളിക്കും, എടാ കുട്ടിച്ചാത്താ, വല്ലയിടത്തും പോയി ഒളിച്ചിരിക്കാൻ നോക്ക്, മുതിയാത്തൻ അങ്ങന്ന് വന്നുണ്ട്, വന്ന് കയറുമ്പോഴേ നിന്നെ കിട്ടിയ തല്ലിക്കൊല്ലും. ഇതാ വീട്ടിലെ അന്തരീക്ഷം. അപ്പൊ അപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ? മുതിയാത്തൻ. ഞാൻ എന്താ അവനോട് പറഞ്ഞേ? നമുക്കായിട്ട് ഒരപ്പച്ചൻ കാത്തിരിപ്പുണ്ടെന്ന്. ദൈവം എന്ന് പറയുന്ന അപ്പച്ചൻ നമുക്ക് വേണ്ടി മിഠായി, ജിലേബി, ലഡു ഒക്കെ ആയിട്ട് കാത്തിരിപ്പുണ്ട്. പക്ഷെ ആരാ കാത്തിരിക്കുന്നേ? ഒരപ്പച്ചൻ. അപ്പൊ ഉടനെ കൊച്ചിന്റെ മനസ്സിൽ ഇവൻ ആ അപ്പം വന്ന് അമ്മയുടെ മുടിക്കുത്തിന് പിടിച്ച് ഇടിച്ച് തൊഴിച്ച് ചിലപ്പോ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇതൊക്കെ ഇവൻ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ആ നേരത്തൊക്കെ ഈ കൊച്ചു പ്രാർത്ഥിക്കുമായിരുന്നെന്ന്, എന്റെ ദൈവമേ ഈ മുതിയാത്തിനൊന്ന് ചത്തു കിട്ടണേന്ന്. അപ്പൊ ഞാൻ ഇവനോട് പറയുകയാണ്, ഈ ചാത്തൻ ചത്തത് കൊണ്ട് ഒന്നും കാര്യമില്ല, അങ്ങോട്ട് ചെന്നാൽ, അങ്ങേ ലോകത്ത് ചെന്നാൽ അവിടെയും ഒരു ചാത്തനുണ്ട്, ഒരപ്പൻ. അവൻ അപ്പനെ ചാത്തനായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതാ കുടുംബത്തിലെ പ്രത്യേകത. നമ്മുടെ ദൈവത്തെ വാത്സല്യമുള്ളൊരു പിതാവായി കാണാൻ മക്കൾക്ക് കഴിയണമെങ്കിൽ അപ്പച്ചന്റെ രൂപം അതായിരിക്കണം. ഈ അപ്പച്ചനാണ് സ്വർഗസ്ഥനായ പിതാവിനെ എൻ്റെ ഉള്ളിൽ പതിച്ചു തരുന്നത്. ആകയാൽ അപ്പന്മാരുടെ ഒരു വലിയ ദൗത്യമാണ് മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി തീർക്കുക. ഓശാനയോട് ചേർന്ന് വലിയ ആഴ്ചയെന്ന് നമ്മൾ വിളിക്കുന്നത് കടന്നു വരികയാ. എൻ്റെ മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങളാണ് അതൊക്കെ. ശനിയാഴ്ച വൈകുന്നേരം മിക്കവാറും വീടുകളിൽ കൊഴിക്കട്ട ഉണ്ടാക്കും. കൊഴിക്കട്ട എന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ഈ ഇത് കുഴച്ച് ഇതിനകത്ത് തേങ്ങയും ശർക്കരയൊക്കെ വിളയിച്ച് വെച്ച് അങ്ങനെ പിഴുങ്ങുന്ന, അതിനൊക്കെ പല കഥകൾ പറയുന്നുണ്ട്. അതെന്തുവാട്ടെ, കൊഴിക്കട്ട ശനിയാഴ്ച, തുടർന്ന് വരുന്നത് ഓശാന ഞായറാഴ്ചയാ. ദേവാലയത്തിൽ ചെല്ലാൻ കുരുത്തോല കിട്ടിക്കഴിയുമ്പോഴേ പിള്ളേരെല്ലാം കൂടെ അതിൻ്റെ നീളവും വീതി അളക്കും. ഏറ്റവും വലിയ, ഒരിടത്തും കേടില്ലാത്ത കുരുത്തോല കിട്ടുന്നവന് ദീർഘായുസുണ്ടെന്നാ പറയുന്നത്. അപ്പോഴാണ് ചിലരുടെ കുരുത്തോല വട്ടൊടിഞ്ഞിരിക്കുന്നു, വേറെ ചിലരുടെ കുരുത്തോല അറ്റം വന്നപ്പോൾ തീർന്നുപോയി, വേറെ ചിലരുടെ അടിവശം കീറിയിരിക്കുന്നു. അതൊക്കെ വേഗം മരിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പിള്ളേര് കരുതുന്നത്. അങ്ങനത്തെയൊക്കെ സന്തോഷമായ ദിവസങ്ങള്, ഞാൻ അതിൽ ഏറ്റവും എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ എന്ന് നമ്മൾ പറയുന്നു. My favorite is Phillips. Didn't they? Whose is it? What is the best? We thank you, Lord, by whose word everything comes to be. Amen. Amen. This is my body. This is my blood. Remember me by doing this. അന്നാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപനമാണ് ഈശോയ്ക്ക് നമുക്ക് തരാൻ പറ്റിയതിൽ
ഏറ്റവും വലിയ സമ്മാനം എന്ന് ഓർക്കണം. നമുക്ക് വേണ്ടി പീഡ സഹിക്കുന്ന ഒരു ദൈവം, നമ്മോട് കൂടി ആയിരിക്കാനുള്ള അവന്റെ വലിയ കൊതി. ദൈവമനുഷ്യന്റെ സ്നേഹഗീതം എന്ന പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈ സമയത്ത് ഉപദേശങ്ങൾ പറയുന്ന കൂടെ പറയും, എനിക്കെന്റെ ശിഷ്യന്മാരോടുകൂടെ ലോകാവസാനം വരെ ആയിരിക്കാനുള്ള സ്നേഹമുണ്ട് അവരോട്. എൻ്റെ എല്ലാ മക്കളോടുമുള്ള സ്നേഹവും ഇത് തന്നെ. ലോകാവസാനം വരെ നമ്മോട് കൂടിയായിരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ. ആ യേശു തനിക്കുള്ളതെല്ലാം നമുക്കായിട്ട് തന്നു. അവൻ പരസ്യജീവിതത്തിന്റെ 3 വർഷങ്ങളില് ശിഷ്യന്മാരെ തനിക്കായി തെരഞ്ഞെടുത്ത് അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തൻ്റെ കൂടെ ഉണ്ട് ഉറങ്ങി തൻ്റെ അത്ഭുതങ്ങളിൽ പങ്കുപറ്റി അവസാനം അവരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പാകമായി വചനം പങ്കുവയ്ക്കാൻ അവരെ ഈശോ തയ്യാറാക്കി. അങ്ങനെ അവര് തൻ്റെ സ്ഥാനത്ത് സഭയെന്ന മനോഹരമായ സൗധത്തില് ഉടമസ്ഥരായി യേശുവിലേക്ക് ആയിരങ്ങളെ കൊണ്ടുവരാൻ ഈശോ അവരെ ഒരുക്കുകയായിരുന്നു. നിങ്ങളാണ് എൻ്റെ അപ്പസ്തോലന്മാര്. ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെയൊക്കെ ഈശോ അവരെ ഫോം ചെയ്തെടുത്തു. ഈ യേശു വിശുദ്ധ കുർബാന എന്ന ഒരു വലിയ സമ്മാനം നമുക്കായി കരുതി വെച്ചു. അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നു പരസ്യ ജീവിതത്തിൽ ശിഷ്യന്മാരെയൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് അവരിൽ നിന്ന് 12 പേരെ അപ്പസ്തോലന്മാരെന്ന പേരില് തൻ്റെ സ്വന്തമായി കൊണ്ടു നടന്ന ആ കാലത്ത് തന്നെ ഈശോയ്ക്ക് ഇങ്ങനെ ഒരു സമ്മാനത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. തന്നെ ഈ മക്കൾക്കായി, ഇവർ വഴി ലോക അവസാനം വരെ തന്നിൽ വിശ്വസിക്കുന്ന മക്കൾക്കായി തന്നെ കൊടുക്കുക. അതൊരു വലിയ രഹസ്യമായിട്ടും ഒരു വലിയ സമ്മാനമായിട്ടും ഈശോ സൂക്ഷിച്ചു വെച്ചു. നമുക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ പിറന്നാളിന് അല്ലെങ്കിൽ എൻ്റെ പേരിന് കാരണമായി വിശുദ്ധയുടെ തിരുനാളിനൊക്കെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം തരാൻ കരുതി വയ്ക്കും. നമ്മളെ കാണിക്കില്ല. അത് കൈ കിട്ടുമ്പോഴത്തെ ഒരു സന്തോഷം ഓർത്തേ. ഞാൻ പഠിച്ചു നടക്കുന്ന കാലം എൻ്റെ രൂപം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്നും ഓർക്കുന്നുണ്ടെന്ന എൻ്റെ വാസ്തവം. നീളം സമം വീതി, അതാരാ മറക്കണേ? പക്ഷേ ഓടാനും ചാടാനും മാച്ചസിൽ ലീഡർഷിപ്പ് എടുക്കാനും ഒന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് വണ്ണമുണ്ടെന്ന്. എൻ്റെ വീട്ടിലെല്ലാവർക്കും വണ്ണമുണ്ട്. ഞാനും അങ്ങനെ ഒരു നല്ല തടിച്ച ഒരു പെൺകൊച്ച്. അങ്ങനെ ഒരിക്കൽ അന്നുള്ള മാച്ചസ് 3 ത്രോബോള്, ബാഡ്മിന്റൺ, റിംഗ് ടെന്നീസ്. ത്രോബോൾ നടക്കുക പ്ലേ ഗ്രൗണ്ടില്. ഞാനാണ് ഒരു ഭാഗത്തെ ക്യാപ്റ്റൻ. എൻ്റെ അപ്പച്ചൻ വീട്ടിലെ ഫ്രണ്ടില് ഒരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കാമെങ്കിൽ ഈ പ്ലേ ഗ്രൗണ്ട് മുഴുവൻ കാണാം, കളികളൊക്കെ കാണാം. അപ്പൊ ഞാനൊരു ഭാഗത്തെ ക്യാപ്റ്റനാന്ന് അറിഞ്ഞതുകൊണ്ട് അപ്പച്ചൻ അന്ന് ജോലിക്കേ പോയില്ല. കളിയുടെ സമയം മുഴുവൻ അവിടെ ഇരുന്ന് ഇതിങ്ങനെ കണ്ടു. ഞാനന്ന് 8ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ടീം ജയിച്ചു. ഞാൻ ഇടയ്ക്ക് അന്നത്തെ ഒരു നല്ല ഡ്രസ്സിന്റെ തുണിയാണ് സാറ്റിൻ, വെള്ള സാറ്റിൻ, അതുകൊണ്ടുള്ളൊരു പാവാട, അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പച്ച ഇലകള് മുകളിലോട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ഡിസൈൻ. ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ അടുത്തിരുന്ന് പറയും, അങ്ങനെ ഒരു സ്കേർട്ട് എനിക്ക് വേണം, വെള്ള സാറ്റിൻ. അത് ഭംഗിയാണ്, തളർന്നു കിടക്കും, അതുമേ പച്ച ഇലകൾ ഇങ്ങനെ. എന്നിട്ട് അതിന് യോജിച്ച ഒരു ബ്ലൗസ്. എൻ്റെ മത്സരം നടക്കുന്ന ദിവസം ഞങ്ങൾ ജയിച്ചു. വലിയ സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് വരിക ജയിച്ച വിവരം പറയാൻ. അപ്പൊ അപ്പച്ചനിരുന്ന് കളി മുഴുവൻ കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. വന്ന ഉടനെ അമ്മച്ചി കാപ്പി എടുത്തു തന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ അപ്പച്ചനൊരു കള്ളച്ചിരിയും ചിരിച്ച് അകത്തേക്ക് പോയിട്ട് നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതി കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഇത് മോക്കുള്ളതാ. അപ്പൊ എൻ്റെ താഴെയുള്ള 3 ആങ്ങളമാരും ആ പൊതിയെ കയറി പിടിച്ചു. അപ്പച്ചൻ പറയൂടാ, അത് അവക്കുള്ളതാ, എന്നാ അഴിച്ചെങ്കിലും കാണിക്കേ. അങ്ങനെ പൊതി അഴിച്ചു. ദാ വരുന്നു സാറ്റിൻ തുണി, അതുമേ പച്ച ബോർഡർ, അതിന് യോജിച്ച ഒരു ബ്ലൗസിനുള്ള തുണി. ഇനി ഇത് കൊടുത്ത് തയ്പ്പിക്കണം.
കളി ജയിച്ചു എന്ന് കണ്ടതേ അപ്പച്ചൻ വേഗം പോയി വാങ്ങിക്കൊണ്ടു വന്നതാ. എന്നെ കാണിക്കാതെ എൻ്റെ കയ്യിൽ തന്ന് അതിശയിപ്പിക്കണം. അതാ സ്നേഹം. നമ്മളും ഇത് പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ ഈശോ തൻ്റെ അപ്പസ്തോലന്മാര് കാണാതെ ഹൃദയത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു വലിയ സമ്മാനമായിരുന്നു നമ്മോടൊത്ത് ലോകാവസാനം വരെ കഴിയാൻ വിശുദ്ധ കുർബാനയിലൂടെയുള്ള ഈ സംസർഗം. എന്തൊരു സ്നേഹമാവന്റെ! നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മോടൊത്തു കഴിയാൻ, നമുക്ക് താല്പര്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കർത്താവായ യേശു നമുക്കായിട്ട് കാത്തുവെച്ച സ്നേഹത്തിന്റെ സൂത്രമാണ് മക്കളെ വിശുദ്ധ കുർബാന. ഇതുപോലെ സ്നേഹിക്കുന്ന വേറെ ഏതൊരു ദൈവത്തെ കണ്ടെത്താൻ പറ്റും നമുക്ക്? തന്നെ മനുഷ്യനാക്കി പാടുപീഡകൾ സഹിച്ചു മരിച്ചു. എന്നിട്ടും അവിടത്തേക്ക് തൃപ്തിയായില്ല. തന്റെ മനുഷ്യത്വം പോലും മാറ്റിവെച്ച് വെറും ഒരു ഗോതമ്പ് അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലെ സക്രാരിയില് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവം. ആഴ്സിലെ വിയാനി അച്ഛൻ വിശുദ്ധൻ തന്റെ ദേവാലയത്തില് ഒരു മനുഷ്യൻ വൈകുന്നേരം കർഷകനാണെന്ന് വേഷം കണ്ടാൽ അറിയാം. തന്റെ ഉപകരണങ്ങളെല്ലാം പള്ളിക്ക് പുറത്തു വെച്ച് ചെരുപ്പ് അങ്ങ് മാറ്റിയിട്ട് കാലും കയ്യൊക്കെ കഴുകി ദേവാലയത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് വന്ന് ചമ്രം പടിഞ്ഞ് സക്രാരിയിലേക്ക് നോക്കി മണിക്കൂറുകൾ ഇരിക്കുന്ന ആ മനുഷ്യനെ വിയാനി പുണ്യാളൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഒരു ചലനവുമില്ലാതെ സക്രാരി മാത്രം നോക്കിയിരിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചുണ്ട് അനങ്ങുന്നില്ല, അദ്ദേഹം ഒന്നും പറയുന്നില്ല, ഒന്നും വായിക്കുന്നില്ല. എന്ത് ചെയ്യുന്നാവോ? ഒരു ദിവസം ആ കർഷകൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരാൻ വിയാനി പുണ്യാളെ നോക്കി നിന്നു. ഇറങ്ങി വന്നപ്പോ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സ്നേഹിത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മണിക്കൂറുകൾ നിങ്ങൾ ഈ ദേവാലയത്തിലായിരുന്നല്ലോ, നിങ്ങൾ എന്തെടുക്കുക? എൻ്റെ അച്ഛ, ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് കാര്യമൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഈശോയെ വലിയ ഇഷ്ടാ. അവൻ ഈ സക്രാരിയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ഉണ്ടെന്ന് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പന്റെ കൂടെ ഞാൻ പള്ളിയിൽ പോയതൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പോ ഞാനൊരു പാവപ്പെട്ട കർഷകൻ, അധ്വാനിച്ച് ജീവിക്കുന്നു. നല്ല സമാധാനമാണ് അച്ഛാ കുടുംബത്ത്. എന്നും ജോലി കഴിഞ്ഞ് പോരുമ്പോ എന്നെ കാത്തിരിക്കുന്ന ഈശോ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങോട്ട് കയറും. എന്നിട്ട് ഇവിടെ വന്ന് ഞാനങ്ങ് ഇരിക്കും. എന്നിട്ട് ഞാൻ ഈ സക്രാരിയിലേക്ക് നോക്കുമ്പോ ഓർക്കുവേ, ഞാൻ അവനെ നോക്കിയിരിക്കുക, അവനിപ്പൊ എന്നെയും നോക്കിയിരിക്കുക, ഞാൻ അവനെ നോക്കുന്നു, അവൻ എന്നെ നോക്കുന്നു. ഇത്രയുള്ളച്ചാ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഇരിക്കും. നേരം പോകുന്നത് അറിയില്ല. നമ്മളെയൊക്കെ പോലെ തന്നെയല്ലേ നമ്മളും ഇങ്ങനെയല്ലേ മണിക്കൂറുകൾ ദേവാലയത്തിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പോയിരിക്കുന്നത്? ആലോചിച്ച് നോക്കിക്കോ മക്കളെ. ഞായറാഴ്ച കുർബാന കടമുള്ളതായിട്ട് സഭ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് വരാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പള്ളി മിറ്റം വരെയെങ്കിലും എത്തും. എത്തിയാലും പള്ളിക്കകത്ത് കയറുമൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാന് കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു സാറ് തൻ്റെ പിള്ളേരൊക്കെ പള്ളിയിൽ വരുന്ന സമയം കുർബാനയ്ക്ക് അച്ഛനിവിടെ കയറി അപ്പോഴും മാവിന്റെ ചോട്ടിൽ കെട്ടിയിരിക്കുന്ന സിമെന്റ് തറയിൽ ഇരുന്ന കൂട്ടുകാരോടൊത്ത് ഉറക്കെ ചിരിച്ചു വർത്താനം പറയുന്നത് കണ്ടപ്പോ തൊലിക്കെട്ടിയുള്ളത് കൊണ്ട് ധൈര്യപൂർവ്വം കൂടി വന്നു. എല്ലാവരും ഒന്ന് എന്നെ നോക്കി, വന്നുണ്ട്, ഉപദേശിക്കാൻ വന്നുണ്ട് എന്ന് ആരോ കമന്റ് അടിച്ചു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ആ സാറിന്റെ അടുക്ക ചെന്നിട്ട് ഇത്രയും മാത്രമേ പറഞ്ഞോളൂ, സാറേ, മാവും തറ ഉള്ളത് കൊണ്ട് സാറ് ഇവിടെ ഇരുന്ന് കൂട്ടുകാരോട് വർത്താനം പറയുന്നു. സാറിന്റെ മക്കൾ ഈ പ്രായമാകുമ്പോൾ പെരുവഴിയിൽ നിന്ന്, പബ്ലിക് റോഡല്ലേ ഇതേ കാണുന്നേ, അവിടെ നിന്ന് കൂട്ടുകാരുമായിട്ട് വർത്താനം പറയുള്ളൂ, ഇവിടം വരെ പോലും എത്തില്ല. എടി ഞാനിങ്ങ് പോന്നു. സ്വല്പം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പയ്യെ നോക്കി എങ്ങനെയുണ്ടെന്ന്. ആരുമില്ല, എല്ലാം പള്ളിക്കകത്ത് കയറി. അത് കൊണ്ടു സാറിന്. പിന്നെ ഒരു ഞായറാഴ്ചയും സാർ അവിടെ ഇരുന്നില്ല, പള്ളിക്കകത്ത് തന്നെ കയറി. അപ്പോ എൻ്റെ മക്കളും ഈ വഴി തന്നെ പോകുള്ളൂ. ഉപദേശത്തെക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠമാണ് അവർക്ക് കൊടുക്കുന്ന മാതൃക. അങ്ങനെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ യേശുവിന്റെ അടുക്കൽ ഇരിക്കാൻ സമയം വേണം മക്കളെ.
എല്ലാം വിജയമാക്കുന്നത് അവനാ. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെന്ന് ജെറമിയ പ്രവാചകൻ വഴി പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് എല്ലാത്തിനും സമയം വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയില് സുഖവും ദുഃഖവും വിജയവും പരാജയവും എല്ലാം തമ്പുരാന്റെ പക്കലേക്ക് എന്നെ എത്തിക്കണം. അത് സാധിക്കണമെങ്കിൽ ഈ കൂട്ടുകാരന്റെ അടുക്കൽ വന്ന് സമയം ചെലവഴിക്കണം. നമ്മുടെ സുഖദുഃഖങ്ങൾ അവിടത്തോട് പറയണം. അങ്ങിൽ നിന്ന് ചൈതന്യം നേടണം. അതിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് മുറിച്ചു കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്ക്, ഇതെന്റെ ശരീരമാണ്. അവൻ കാസയിലെ വീഞ്ഞെടുത്ത് ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി കുടിക്ക്, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ചെറിയപ്പെടുന്ന എന്റെ രക്തമാണ്. കാനായിലെ കല്യാണത്തിനിടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയ ദുഃഖത്തില് പകച്ചു നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി വേലക്കാരോട് പാത്രം നിറയെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട് ആ വെള്ളം കൊണ്ടുപോയി വിരുന്നുകാർക്ക് വിളമ്പാൻ ആവശ്യപ്പെട്ടു. അതൊന്നാം തരം വീഞ്ഞായിരുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞ എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുത്തിട്ട് പറ്റുപിടിച്ചു കഴിയുമ്പോഴാ മോശമായത് കൊടുക്കും. ഇത് നീ ഏറ്റവും നല്ലത് സൂക്ഷിച്ചു വെച്ചോ. അവരറിഞ്ഞില്ല പലരും ഇത് വെള്ളമായിരുന്നെന്ന്. അവൻ വെള്ളം വീഞ്ഞാക്കി. ഓടിക്കൂടി വചനം കേൾക്കാൻ കാത്തിരുന്ന മക്കളോട് ദിവസങ്ങൾ വചനം കൊടുത്തിട്ട് അതുങ്ങളെ വിശപ്പോടെ പറഞ്ഞു വിടാൻ മനസ്സില്ലാത്ത കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയെന്ന് നമ്മൾ വചനത്തിൽ വായിക്കും. യോഹന്നാന്റെ 6-ാം അധ്യായത്തില്. അപ്പം വർദ്ധിപ്പിക്കാൻ, പ്രകൃതിയിലുള്ള എന്തിലും മാറ്റം വരുത്താൻ ഈശോയ്ക്ക് ശക്തിയുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഈ കർത്താവാണ് തന്റെ 3 വർഷങ്ങൾക്ക് അവസാനം ഇവരെ പിരിഞ്ഞു പോകേണ്ട സമയമായി എന്നറിഞ്ഞപ്പോ അപ്പമെടുത്ത്, നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചേ, ഇതെന്റെ ശരീരം. ഇതെന്റെ ശരീരം എന്ന് ഈശോ പറഞ്ഞെങ്കിൽ അതവന്റെ ശരീരമായി എന്ന് സംശയിച്ചിട്ട് ഒറ്റ കാര്യമില്ല. അവന്റെ ശരീരമായി. ഇതെന്റെ രക്തമാണെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അത് ഈശോയുടെ രക്തമാ. ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ആവർത്തിക്കണം. പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ആവർത്തിക്കാനുള്ള അവകാശം നമുക്ക് അവൻ തന്നു. അതാണ് നമ്മുടെ ദേവാലയത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്, ആവർത്തിക്കപ്പെടുന്നത്. യേശു നമുക്കായി അർപ്പിച്ച ബലി. ഈ ബലിയിൽ പങ്കുചേരാനാണ് അവൻ നമ്മളെ വിളിക്കുന്നത്. നിത്യജീവൻ ലഭിക്കാനും പാപമോചനം കിട്ടാനുമാണ് വിശുദ്ധ ബലിയുടെ ഉദ്ദേശം. നിങ്ങളുടെ പാപങ്ങൾക്ക് പൊറുതി കിട്ടും. നിങ്ങൾ നിത്യജീവനിലേക്ക് വരും. യോഹന്നാന്റെ 10:10 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാൻ, ആ ജീവൻ നിലനിൽക്കാൻ. ആകയാൽ പെസഹ യേശു വിശുദ്ധ കുർബാനയിലൂടെ നമ്മോട് ഒന്നായി തീർന്നതിന്റെ അനുസ്മരണമാണെന്ന് ഓർക്കണം. ആ വലിയ തിരുനാള് നമ്മൾ ഘോഷിക്കുമ്പോഴ് പെസഹായിൽ ഏറ്റവും സന്തോഷത്തോടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയോട് ഏറ്റവും വിശ്വസ്തയോടെ പങ്കുചേരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ മുൻപില് ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും മനസ്സറിഞ്ഞ് വിശുദ്ധ കുർബാന വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരും അവരെയെല്ലാം ഈശോ കണ്ടു. എന്നിട്ട് അവിടുന്ന് ഒരു കാര്യമേ പറഞ്ഞോളൂ, കർത്താവേ, പിതാവേ, ഇവരോട് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. വിശുദ്ധ കുർബാനയുടെ വലിയ തിരുനാളിനായിട്ട് നമുക്ക് ഒരുക്കാം. അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച പുണ്യദിനത്തിലേക്ക് നമുക്ക് ഒരുക്കത്തോടെ കടന്നു വരാം. അവന്റെ ശരീരരക്തങ്ങൾ ഒരുക്കിയ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. സ്വന്തം കരങ്ങളാൽ അപ്പം ശരീരമാണെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് യൂദാസിന്റെ നാവിലേക്ക് ഈശോ തന്റെ ആ ഭക്ഷണം വെച്ചു കൊടുത്തു. അപ്പം ശരീരമാക്കി വെച്ചു കൊടുത്തു. സ്വീകരിച്ച ഉടനെ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിലേക്ക് കടന്നു. മക്കളെ, ഒരുക്കമില്ലാത്ത ഹൃദയത്തിൽ വിശുദ്ധ കുർബാന വരില്ല, സാത്താനേ വരൂ. അങ്ങനെയുള്ളവർക്ക് 3 ശിക്ഷയാ വെച്ചിരിക്കുന്നത്. അവർ രോഗികളായിത്തീരും, ക്ഷീണിതരായിത്തീരും, പെട്ടെന്ന് മരിക്കാനുള്ള ആപത്തിൽപ്പെടും. 1 കൊറിന്ത്യരുടെ 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണേ. ആകയാൽ എന്റെ യേശു എന്റെ കൂടെ എന്നുമായിരിക്കാൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കാം. അവന് നന്ദി പറയാം. ഈ പെസഹ തിരുനാളിലെ എല്ലാ കർമ്മങ്ങളിലും ആത്മാർത്ഥമായി പങ്കുചേരാം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ,
എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ ചിന്ത വരുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ പെസഹ നിങ്ങൾക്കൊരു വലിയ തിരുനാളും യേശുവിനെ അനുഭവിച്ചറിയാനുള്ള ഒരു പുണ്യദിനവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും തൻ്റെ അനുഗ്രഹമാക്കി മാറ്റി അനേകരെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമായി പെസഹ ആചരിക്കാൻ നമുക്കിടവരട്ടെ. ആമേൻ. ഗത്സമിൻ തോട്ടം കരഞ്ഞു, ഗലിലിയ കടലും കരഞ്ഞു, കാൽവരിക്കും മാമരക്കൂശും കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു, കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു. ഗത്സമിൻ തോട്ടം കരഞ്ഞു, ഗലിലിയ കടലും കരഞ്ഞു, കാൽവരിക്കുന്നു മാമരക്രൂശും കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു, കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ നാഥൻ മർത്യനായി വന്നു ഭൂവിൽ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ നാഥൻ മർത്യനായി വന്നു ഭൂവിൽ. ഇരുളിൽ ദീപം തെളിയിക്കാൻ, ഇരുളിൽ ദീപം തെളിയിക്കാൻ സുരലോകനാഥനണഞ്ഞു. ഗത്സമിൻ തോട്ടം കരഞ്ഞു, ഗലിലിയ കടലും കരഞ്ഞു, കാൽവരിക്കും മാമരക്രൂശും കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു, കാരിരുമ്പാണിയും തേങ്ങിക്കരഞ്ഞു. പാപികൾക്കായി പിറന്നൊരനാഥൻ സ്നേഹത്തിൻ മാതൃകയേകി. പാപികൾക്കായി പിറന്നൊരനാഥൻ സ്നേഹത്തിൻ മാതൃകയേകി. ഓശാന പാടി അനുയായികളെന്ന്, ഓശാന പാടിയ അനുയായികളെന്ന് ക്രൂശിക്കുവാനാർത്തു ചൊല്ലി. ഗത്സമിൻ തോട്ടം കരഞ്ഞു, ഗലിലിയ കടൽ